നമ്മളെ സ്വന്തം അജ്മൽ ഖാൻ. ഇത്രയും ദൂരത്ത് വന്നത് എന്തുകൊണ്ടാണ് നീ പഠിച്ചത്? ഞാൻ നാട്ടിൽ നിന്ന് കുറെ സ്ഥലം ആഡ്സിന്റെ ലേണിംഗ് ഹബില് നമ്മുടെ ഡിജിറ്റൽ പ്ലസ് ഗ്രാഫിക്സിലെ സ്റ്റുഡൻ്റ് ആയിട്ടുള്ള അജ്മൽ ആണ് നമ്മുടെ കൂടെ ഉള്ളത്. ഹായ്. ആഡ്സിൽ ഇറങ്ങുന്ന സമയത്ത് ഇനിയുള്ളൊരു ഡിജിറ്റൽ ഫ്യൂച്ചറിലോട്ട് ക്യാപ്പബിൾ ആണെന്ന് കോൺഫിഡൻ്റ് ആണോ അജ്മൽ? കോൺഫിഡൻ്റ് ആണ്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പ്രാക്ടിക്കലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ഫ്യൂച്ചറിൽ നല്ല യൂസ്ഫുൾ ആവുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പിന്നെ നമ്മൾ പഠിച്ച കോഴ്സ് AI ഇൻഡിക്കേറ്റർ ആയിരുന്നു. അതുകൊണ്ട് നമ്മളിപ്പോൾ എവിടെ പോയാലും നമുക്കൊരു വർക്ക് ചെയ്യാനുള്ള കോൺഫിഡൻസ് അതിൽ തന്നെ വരുന്നുണ്ട്. അജ്മൽ ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നാണല്ലോ വരുന്നത് അല്ലേ? അപ്പം അത്രയും ദൂരത്ത് നിന്ന് കോഴിക്കോട് വന്ന് പഠിക്കാനുള്ള റീസൺ എന്താണ്? എന്തുകൊണ്ടാണ് നമ്മുടെ ആഡ്സിന് തന്നെ ചൂസ് ചെയ്തിട്ടുള്ളത്? കുറേ പ്രാവശ്യം സെർച്ച് ചെയ്തായിരുന്നു ഈ ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാണ്. ഗൂഗിളിലും പിന്നെ യൂട്യൂബിലും കാര്യം സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഡിജിറ്റൽ പ്ലസ് ഗ്രാഫിക്സ് പഠിക്കുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അത് വെച്ച് നോക്കുമ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടും അങ്ങനെ തരുന്നില്ല. അപ്പോൾ ആർട്സിൽ മാത്രമേ ഇങ്ങനത്തെ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. അപ്പം നമ്മൾ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ട് നോക്കിയാൽ അവരുടെ സ്റ്റഡി ടൈം വരുന്നത് ഒരു 2 മണിക്കൂറോ 3 മണിക്കൂറാണ്. പക്ഷേ ആർട്സിൽ മാത്രമാണ് 10:30 മുതൽ 3:30 വരെ ടൈം തരുന്നത്. നമ്മൾ തിയറി മാത്രമാണ് പഠിച്ചിരുന്നെങ്കിൽ നമുക്ക് ഒന്നും കിട്ടത്തില്ലായിരുന്നു. അപ്പോൾ പ്രാക്ടിക്കലി പഠിച്ചത് കൊണ്ട് നമുക്ക് കുറേ എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ നമ്മൾ ഏത് മെത്തേഡ് യൂസ് ചെയ്യണം, എല്ലാം പ്രോപ്പറായിട്ട് നമുക്ക് ഐഡിയ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ആഡ്സിലെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആണ് നമ്മൾ റിയൽ ക്ലയൻസും ആയിട്ടുള്ളൊരു ഓൺടർപ്രണർഷിപ്പ് പ്രോഗ്രാം അല്ലേ? അപ്പം അത് എത്രത്തോളം യൂസ്ഫുൾ ആയിട്ടുണ്ട്? അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഓൺടർപ്രണർഷിപ്പ് പ്രോഗ്രാമും റിയൽ ക്ലയൻസുള്ള മീറ്റിങ്ങും നിങ്ങളുടെ ഈ ഒരു ഫ്രീലാൻസ് ഏർണിങ്സും ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? ഇപ്പോൾ ഒരു ക്ലയൻറ്റിനെ അവർക്ക് തോന്നണം ഇവർ നമ്മൾ കൊള്ളാം, ഇത് നല്ലൊരു കമ്പനി, നമ്മൾ വർക്ക് കൊടുത്താൽ ഒരു നല്ല റിസൾട്ട് തരും എന്ന് അവർക്ക് തോന്നണം. അപ്പോൾ ആ ഒരു രീതി നമുക്ക് എങ്ങനെ മെസ്സേജ് ചെയ്യുക അല്ലെങ്കിൽ എങ്ങനെ കമ്മ്യൂണിക്കേഷൻ ചെയ്യും, അതെല്ലാം കറക്റ്റായിട്ട് അവിടെ ചെന്നിട്ട് നമുക്ക് സാറ് മുഖേന നമുക്ക് മനസ്സിലാവും. നമുക്ക് അവിടെ എന്ത് പറയണം എന്ത് പറയരുത് എന്നെല്ലാം സാർ അവിടെ പറഞ്ഞു തരും. ഇത് വലിയൊരു ഇതാണ്, യൂസ്ഫുൾ ആയിട്ട്. ഇപ്പോൾ അജ്മൽ കോഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഇൻ്റർവ്യൂ അതുപോലെ തന്നെ ജോബ് ആപ്ലിക്കേഷൻ്റെ ഒക്കെ ഒരു ടൈമാണല്ലോ. അപ്പം നമ്മളിവിടെ നിന്ന് തരുന്നൊരു മോക്ക് ഇൻ്റർവ്യൂ സെക്ഷൻ ഉണ്ട്. അത് റിയൽ ലൈഫിലോട്ട് വരുന്ന സമയത്ത് എത്രത്തോളം യൂസ്ഫുൾ ആയിട്ടുണ്ട്? ഈ ഒരു പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷനിൽ ഇപ്പോൾ നമ്മൾ എങ്ങനെ നിൽക്കണം, നമ്മുടെ ഡ്രസ്സിങ് സെൻസ്, നമ്മൾ എങ്ങനെയാണ് മൂവ് ചെയ്യേണ്ടത്, നമ്മൾ സ്റ്റാൻഡേർഡ് എങ്ങനെ കീപ്പ് ചെയ്യണം, എങ്ങനെ സംസാരിക്കണം, നമ്മൾ ഹാൻഡ് എങ്ങനെ വയ്ക്കണം, എങ്ങനെ ഇരിക്കണം, എങ്ങനെ മേക്കപ്പ് എന്ന് പറയണം, എല്ലാം അവർ കറക്റ്റായിട്ട് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞു തരും. അതായത് 3 ഇൻ്റർവ്യൂ സെക്ഷനിലും ക്ലാസ് നിൽക്കുമ്പോഴല്ല ഒരു സാറ് ഇൻ്റർവ്യൂ സെക്ഷൻ അറ്റൻഡ് ചെയ്യുന്നത്. അതിൻ്റേതായ സ്റ്റാൻഡേർഡും അതിൻ്റെ സീരിയസ്നെസ്സും കൊടുത്തിട്ടാണ് നമ്മുടെ അടുത്ത് പെരുമാറുന്നത്. അപ്പം നമുക്ക് അതിൻ്റെ ആ ഒരു സീരിയസ്നെസ് കിട്ടും. ഇപ്പോൾ ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ നടക്കുന്നൊരു ടൈമാണ്. അപ്പം അജ്മലിൻ്റെ പാഷൻ അനുസരിച്ച് ഒരു ജോലി തന്നെ കിട്ടട്ടെ. എനിവേ, ഓൾ ദി ബെസ്റ്റ്.